ആറന്മുളയിലെ പരിസര പ്രദേശമായ കാഞ്ഞിരവള്ളിയിൽ താമസിക്കുന്നവർ ഭക്ഷണവും വെള്ളവും കിട്ടാതെ ദുരിതത്തിലാണ്. ദ്വീപ് പോലെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് പ്രദേശം. രക്ഷാപ്രവർത്തകർക്കൊപ്പം മത്സ്യബന്ധന വള്ളത്തിൽ പോകുന്നതിനിടെയാണ് വെള്ളവും ഉച്ചഭക്ഷണവും ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചത്. റഹീസ് റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മൾ ആറന്മുളയിൽ നിന്ന് ഉൾപ്രദേശത്തേക്ക് വന്നതാണ്. കാഞ്ഞിരവള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു വീട്ടുകാർ അവിടെ നിന്ന് വിളിച്ചു, എന്തോ ചോദിക്കുന്നുണ്ട്. എന്താ വേണ്ട ചേച്ചി? രണ്ട് വീട്ടിലും കൂടെ എത്ര പേരുണ്ട്? 7 വീട്ടുകാര്. അതായത് 7 വീട്ടുകാരാണ് അപ്പുറത്തുള്ളത്. അവർക്ക് ഭക്ഷണവും വേണം, ഒപ്പം വെള്ളവും വേണം എന്നാണ് അവരവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നത്. നമുക്ക് ഈ മരത്തിൻ്റെ മറവായതുകൊണ്ട് ആളുകളെ കാണില്ല. ആറന്മുളയിലെ കാഞ്ഞിരവള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ആ വീട്ടുകാർ, ആ വിഷ്വലിൽ ഒരു ചെറിയ പയ്യനും ഒരു ചേച്ചിയുമുണ്ട്. അവരാണ് നമ്മളിതിൽ പാസ് ചെയ്ത് പോയപ്പോൾ ചോദിച്ചത്. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാരും ഭക്ഷണവും വേണം വെള്ളവും വേണം എന്നതാണ് ഈ ഭാഗത്തെ വീട്ടുകാരുടെ ആവശ്യം. നമുക്കൊപ്പം പഞ്ചായത്ത് മെമ്പറുണ്ട്. മെമ്പറെ, ഉടനെ ഇവിടെ എത്തിക്കും. നമ്മൾ ഇവരുടെ എല്ലാ ആവശ്യങ്ങളും ഇവിടെ ക്യാമ്പിൽ വിളിച്ചാണ്. ഒരു ക്യാമ്പിൽ വരാതെ കൂട്ടാക്കാത്ത ആൾക്കാരാണ്. എങ്കിലും അവരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുടിവെള്ളമായാലും കൊള്ളാം, ആഹാര സാധനങ്ങളായിക്കൊള്ളാം. സർക്കാർ പൂർണ്ണമായി പുറത്തേക്ക് ഇറങ്ങാൻ വേറെ വഴിയൊന്നുമില്ല. ഇല്ലില്ല, ഇതൊരു ദ്വീപ് പോലുള്ള സ്ഥലമാണ്. 7 കുടുംബം എന്നാണ് അവർ വിളിച്ചു പറയുന്നത്. കുടുംബമാണ്. നമുക്ക് അറിയാവുന്ന സ്ഥലമാണ്. തീർച്ചയായിട്ടും അറിയാവുന്ന ആൾക്കാരാണ്. നമ്മൾ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ അവർക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പം കൊണ്ടുകൊടുക്കും. അടുത്ത ബോട്ടിക്കൊണ്ട് തീർച്ചയായിട്ടും കൊണ്ടുകൊടുക്കും. ഈ വീടുകളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ 7 വീട് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെ ഒരു ഉൾപ്പെട്ട വീടുകളാണ് ഈ കാണുന്നത്. സിറ്റ് ഔട്ടിൽ വരെ വെള്ളം കയറി കിടക്കുന്നു. പറഞ്ഞു. ആടിനെ രക്ഷപ്പെടുത്തിയ ഒരു വീടാണ്. കാരണം അതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ഇവരെയാണ്. ആ വീടുകളിൽ നിന്ന് ആളുകളെ ആദ്യം മാറ്റി, അതിനുശേഷം ആടുകളൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ മാറ്റി ഉൾപ്രദേശത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതാണ്. ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ മിനിഞ്ഞാന്ന് ഇതിന് ഓപ്പോസിറ്റ് സൈഡിലൂടെ പോയപ്പോൾ അവർ കുടിവെള്ളം മാത്രമാണ് ചോദിച്ചത്. ഇന്ന് ഈ ഭാഗത്ത് നിൽക്കുന്നവർ കുടിവെള്ളവും ഭക്ഷണവും തരണം, എന്താണെങ്കിലും കുഴപ്പമില്ല കൊണ്ടുതരണം എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. ഇവർക്ക് ക്യാമ്പുകളിലേക്ക് മാറാനുള്ള അവസരമുണ്ട്, സൊല്യൂഷനുണ്ട്. പക്ഷെ അവർ സ്വന്തം വീടിന് 2ാം നിലയിൽ നിന്നോളാം എന്ന നിലപാടെടുത്ത ആളുകളാണ്. ഒരുപക്ഷെ അരിയും മറ്റ് പച്ചക്കറിയും മറ്റ് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇതിലെ പാസ് ചെയ്ത് മറ്റൊരു സ്ഥലത്തൊരു റെസ്ക്യൂ പ്രവർത്തനത്തിന് പോകുന്ന സമയത്താണ് അവിടെ നിന്ന് ഉച്ചത്തിൽ അവർ വിളിച്ചത്. അവർക്കത് എത്തിക്കും എന്ന് പഞ്ചായത്ത് മെമ്പർ അറിയിച്ചിട്ടുണ്ട്. മെമ്പറുടെ പേരെന്താ? ഇതേത് പഞ്ചായത്താ? മല്ലപ്പുശ്ശേരി ഗ്രാമപഞ്ചായത്താണ്. ആറന്മുളയിലെ ഷിബു എന്നാണ് ഈ പഞ്ചായത്ത് മെമ്പറുടെ പേര്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.